ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തഅലീബുൽ മുതഅല്ലിമിലെ അൽ ഫസ്ലു സാലിസ് അശർ, 13ാമത്തെ ഫസ്ല്, അവസാനത്തെ ഫസ്ലാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഫീമാ യജ്ലിബു റിസ്ഖ വ ഫീമാ യംനഉ വമാ യസീദു ഫിൽ ഉംരി വമാ യൻഖുസു. റിസ്ഖിനെ വലിച്ചു കൊണ്ടുവരുന്ന വിഷയം. യജ്ലിബു എന്ന് പറഞ്ഞാൽ വലിച്ചു കൊണ്ടുവരിക. വ ഫീമാ യംനഉ, റിസ്ഖിനെ തടയുക. അന്നം, അല്ലാഹു നമ്മുടെ നിത്യജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എന്തൊക്കെയുണ്ടോ അതിനെയൊക്കെ നമുക്ക് റിസ്ഖ് എന്നതിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഭക്ഷണം മാത്രമല്ല, എല്ലാ അള്ളാഹു നൽകുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും നമുക്ക് റിസ്ഖ് എന്ന് പറയാം. അപ്പോൾ ഒരു വ്യക്തിയുടെ ഉപജീവനത്തിന് ആവശ്യമായ, നിത്യജീവിതത്തിന് ആവശ്യമായ കാര്യങ്ങൾക്കൊക്കെ റിസ്ഖ് എന്ന പദത്തിൽ ഉൾപ്പെടും. അത് ഉണ്ടാക്കി തീർക്കുന്ന കാര്യങ്ങളും അതിൽ പ്രധാനപ്പെട്ടതാണ് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം ഒക്കെ റിസ്ഖിൽ പെടും. അത് ഉണ്ടാക്കി തീർക്കുന്ന, അതിനെ വലിച്ചു കൊണ്ടുവരുന്ന കാര്യങ്ങളും അതുപോലെ അതിനെ തടയുന്ന കാര്യങ്ങളും. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് അള്ളാഹുവിൽ നിന്നുള്ള റിസ്ഖ് ഉണ്ടാവും, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ അതിന് അള്ളാഹു തടയും. വമാ യസീദു ഫിൽ ഉംരി, ആയുസ് അധികരിപ്പിക്കുന്ന കാര്യങ്ങൾ. ചില കാര്യങ്ങൾ ഹദീസിനൊക്കെ വിശകലനത്തിലാണ് അദ്ദേഹം ഇത് പറയുന്നത്. ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആയുസ് വർദ്ധിക്കും. അതേപോലെ തന്നെ വമാ യൻഖുസു, ആയുസ് കുറക്കുന്ന കാര്യങ്ങൾ. ചില കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആയുസ് കുറയും. അതെന്തൊക്കെയാണ്? വളരെ ഉപകാരപ്പെടുന്ന ഒരു അധ്യായമാണ്. സുമ്മ ലാ ബുദ്ദ ലി ത്വാലിബിൽ ഇൽമി മിനൽ ഖൂത്തി, പിന്നെ വിദ്യാർത്ഥിക്ക് കൂടാതെ കഴിയുകയില്ല മിനൽ ഖൂത്തി, അന്നം, ഭക്ഷണം. ഇങ്ങനെ പഠിച്ചു കുത്തിരുന്നാൽ മതി, എന്തെങ്കിലും നിത്യജീവിതത്തിൽ ഭക്ഷണം കഴിക്കാനൊക്കെ വേണ്ടേ, അതിനെ തൊട്ട് കൂടാതെ കഴിയുകയില്ല. അപ്പോൾ മഅരിഫതി മാ യസീദു ഫീഹി വമാ യസീദു ഫിൽ ഉംരി, അതുപോലെ ഈ റിസ്ഖ്, കൂത്ത്, റിസ്ഖ് ഇതൊക്കെ ഏകദേശം ഒരർത്ഥത്തിനാണ് ഉപയോഗിക്കാറുള്ളത്. ഭക്ഷണം എന്ന് നമുക്ക് ചുരുക്കി പറയാം. അപ്പോൾ മഅരിഫതി മാ യസീദു ഫീഹി, ആ കൂത്ത് അന്നത്തിൽ അധികരിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അധ്വാനിക്കണം, ജോലി വേണം, അതൊക്കെ റിസ്ക് ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിലും നമ്മൾ ചില ആദാബുകൾ, ചില മര്യാദകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിലെ അന്നം, തിന്നാനുള്ള റിസ്ക്, അത് കൂട്ടാനുള്ള കാരണമായി തീരും. അത് അറിയൽ അത്യാവശ്യമാണ്. വമാ യസീദു ഫിൽ ഉംരി, ആയുസ്സിൽ അധികരിപ്പിക്കുന്ന കാര്യങ്ങൾ. ചില ഹദീസിൽ വന്ന കാര്യങ്ങളുണ്ട്, ഇന്നത് ചെയ്താൽ ആയുസ് വർദ്ധിക്കാൻ കാരണമാണ്, അപ്പം മിസ്വാക്ക് ചെയ്താൽ ആയുസ് വർദ്ധിക്കാൻ കാരണമാണ് എന്നൊക്കെ തുടങ്ങി നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ വസ്സുഹതി, ആരോഗ്യം വർദ്ധിക്കാൻ കാരണമാകുന്ന കാര്യങ്ങൾ. എന്തേതൊക്കെ പഠിക്കാൻ കാരണം? ലിയതഫറഗ ഫീ ത്വലബിൽ ഇൽമി, അവൻ ഇൽമു പഠിക്കുന്ന കാര്യത്തിൽ അവൻ തഫറുവാകുക എന്ന് പറഞ്ഞാൽ ആ വിഷയത്തിൽ അവൻ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചവന് അതിൽ ജോലിയാകാൻ വേണ്ടി. വഫീ കുല്ലി ദാലിക, ഈ വിഷയത്തിൽ മുഴുവൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണം വർദ്ധിക്കുന്ന കാര്യം, ആരോഗ്യം വർദ്ധിക്കേണ്ട കാര്യം ചെയ്യുന്ന, അതുപോലെ തന്നെ അത് അറിയേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്, ഈ വിഷയത്തിലൊക്കെ അവർ രചിച്ചിട്ടുണ്ട്. കുത്തുബൻ, ഒരുപാട് ഗ്രന്ഥങ്ങൾ മഹത്തുക്കൾ, പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ രചിച്ചിട്ടുണ്ട്. അപ്പോൾ ഔറത്തു ബഅദഹ ഹുന അലാ സബീലിൽ ഇഖ്തിസാർ, ആ ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കാൻ നമുക്കിപ്പോൾ സൗകര്യമില്ല, സമയമല്ല. അപ്പോൾ ഞാനൊരു ഇഖ്തിസാറിൻ്റെ രൂപത്തിൽ, വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഞാനത് ഇവിടെ കൊണ്ടുവരികയാണ്. അവർ കിതാബുകളിൽ പറഞ്ഞ കാര്യങ്ങളെ ഒരു ചുരുങ്ങിയ രീതിയിൽ ഞാനിവിടെ പറയാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ള പറഞ്ഞു, ലാ യറുദ്ദുൽ ഖദ്റ ഇല്ല ദുആ, ഖദ്റിനെ ദുആ അല്ലാതെ തടുക്കുകയില്ല. ഖദ്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ആ ഖദ്റിനെ തടുക്കണമെങ്കിൽ എന്തിനു മാത്രമേ കഴിയുള്ളൂ? ദുആക്ക് മാത്രമേ. മനസ്സുരുകിയുള്ള ആത്മാർത്ഥമായിട്ടുള്ള ദുആയല്ലാതെ ഖദ്റിനെ അള്ളാഹു കണക്കാക്കിയതിനെ തടുക്കാൻ സാധ്യമല്ല. വലാ യസീദു ഫിൽ ഉംരി ഇല്ലൽ ബിർ, നന്മയല്ലാതെ ആയുസ്സിൽ ഒന്നും വർദ്ധിപ്പിക്കില്ല. അപ്പം നന്മ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നന്മയുടെ ഗുണം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ആയുസ് വർദ്ധിപ്പിച്ചു കൊടുക്കും. ഫഇന്ന റജുല, അപ്പോൾ തീർച്ചയായും ഒരാൾ, ലയുഹ്റമു മിന റിസ്ഖി, അവനക്ക് ഭക്ഷണം തടയപ്പെടും. ബിദംബിൻ യുസീബുഹു, അവൻ എത്തിക്കുന്ന ഒരു തിന്മ കാരണം അവൻ്റെ നന്മയെ അല്ലാഹു തആല തടയും. അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്യുന്ന തിന്മകൾ കാരണമായിട്ട് വലിയ പട്ടിണിയാണ്, ദാരിദ്ര്യമാണെന്നൊക്കെയുള്ള കംപ്ലൈൻറ്റ്. എന്നാൽ അവൻ നന്മയുടെ വഴിയിൽ നടക്കുന്നുണ്ടോ? ഫുൾ തിന്മയായിട്ട് അവൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. സബത ബി ഹാദൽ ഹദീസ്, ഈ ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടിരിക്കുന്നു, അന്നർത്തികാബ ദംബി സബബു ഹിർമാനി റിസ്ഖി, റിസ്ഖ് തടയാനുള്ള കാരണം പാപങ്ങൾ പ്രവർത്തിക്കലാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലായി. അല്ലെ, ഈ ഹദീസിൽ നിന്ന് എന്താ മനസ്സിലായത്? ഒന്ന്, ഖദ്റിനെ തടുക്കുക എന്തുമാത്രമാണ്? പ്രാർത്ഥന മാത്രമാണ്. രണ്ട്, ആയുസ് എന്തുകൊണ്ട് മാത്രമേ വർദ്ധിക്കുകയുള്ളൂ? നന്മകൾ ചെയ്യൽ കൊണ്ടേ ആയുസ് വർദ്ധിക്കുകയുള്ളൂ. മൂന്നാമതായി, ഒരു റജുലിനെ സംബന്ധിച്ച്, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന പാപങ്ങൾ അവൻ്റെ റിസ്ഖിനെ തടയാൻ കാരണമായി തീരും. ഈ കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായത് എന്താണ്? അല്ലാഹു തആല
എതിരായിട്ടുള്ള ഒരു കാര്യം ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ റിസ്ഖിനെ അല്ലാഹു തആല തടയും. ഖുസൂസൻ അൽ കദിബ ഫഇന്നഹു യൂരിസുൽ ഫഖ്റ. പ്രത്യേകിച്ചും ഈ പാപങ്ങളിൽ പെട്ടൊരു പാപമാണ് കളവ് എന്ന് പറയുന്നത്. ഫഇന്നഹു, അപ്പോൾ പാപം യൂരിസുൽ ഫഖ്റ, കളവ് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാകും എന്ന്. ഇത് കളവ് പറഞ്ഞ് കളവ് ശീലമാക്കി ജീവിക്കുന്ന ആളുകളുടെ കച്ചവടം അങ്ങനത്തെ ബിസിനസ്സൊക്കെ ഒന്നും ഉണ്ടാവില്ല, ഒരിക്കലും പച്ച പിടിക്കില്ല. എപ്പോഴും ഒരു ദാരിദ്ര്യകരം, എത്ര വലിയ കച്ചവടം ഉണ്ടെങ്കിലും എപ്പോഴും കടവും കള്ളിയൊക്കെ ആയിരിക്കും. ഇതിനെന്താ കാരണം? കളവ് പറഞ്ഞുകൊണ്ടുള്ള കച്ചവടം, അല്ലെങ്കിൽ കളവ് പറഞ്ഞുകൊണ്ടുള്ള റിസ്ക് തേടൽ, ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ ബറക്കത്തിന് അല്ലാഹു തആല എടുത്തു കളയും. മാത്രമല്ല അവന് ദാരിദ്ര്യം ഉണ്ടാകും. വഖദ് വറദ, തീർച്ചയായും വന്നിരിക്കുന്നു, ഫീഹി, ഈ വിഷയത്തിൽ ഹദീസുൻ ഖാസുൻ, പ്രത്യേകമായ ഒരു ഹദീസ് തന്നെ വന്നിട്ടുണ്ട്. വഖദ, ഇപ്രകാരം തന്നെയാണ്, യൗമു സുബ്ഹത്തി, സുബ്ഹിക്ക് ശേഷമുള്ള ഉറക്കവും ഭക്ഷണം തടയുന്നതിന് കാരണമാണ്. സുബ്ഹിക്ക് ശേഷം ഉറങ്ങിക്കഴിഞ്ഞാൽ ഭക്ഷണം തടയുന്നതിന് കാരണം. ഭക്ഷണം തടയുക എന്ന് പറയുമ്പോൾ അത് തിന്നാനില്ലായിരിക്കുക എന്ന് മാത്രം അതിനർത്ഥമല്ല. പിന്നെന്തൊക്കെ ഉണ്ട് അർത്ഥം? നല്ലതൊന്നും തിന്നാൻ അവർക്ക് പിന്നെ കഴിയൂല. ചിലപ്പോൾ തിന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടാകുക, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പ്രഷർ, ഷുഗർ, അതൊക്കെ ആയിട്ട് അവർക്ക് തിന്നാൻ പറ്റാത്തൊരവസ്ഥ. ഭക്ഷണം ഇല്ലാതിരിക്കുക എന്ന് മാത്രം റിസ്ക് ഇല്ലാത്തതിന് അർത്ഥമല്ല. എത്രയോ സമ്പന്നരായ ആളുകളില്ലേ, പക്ഷേ ഓൾക്ക് ഒന്നും തിന്നാൻ പറ്റില്ല, രോഗമായിട്ടും മറ്റൊക്കെ ആയിട്ടും. അതും എന്തിനർത്ഥമുണ്ട്? റിസ്ക്കിനെ തൊട്ട് തടയപ്പെടുക എന്നതിനർത്ഥമുണ്ട്. ചിലപ്പോൾ എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളുണ്ടാകും, തിന്മയുടെ വഴിയിലൂടെ സമ്പാദിച്ചതാണെങ്കിൽ അതൊന്നും ഉപയോഗിക്കാനുള്ള ഭാഗ്യം അവരുണ്ടാകും. അതും എന്തിനർത്ഥത്തിൽ വരും? റിസ്ക്കിനെ തൊട്ട് തടയപ്പെടുക എന്ന അർത്ഥത്തിൽ വരും. ഓക്കെ, അപ്പോൾ സുബ്ഹിക്ക് ശേഷമുള്ള ഉറക്കം റിസ്ക്കിനെ തടയപ്പെടും. അന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ടൊക്കെ ഇറങ്ങാൻ കരുതിയിട്ടുണ്ടെങ്കിൽ, അന്ന് സുബ്ഹിക്ക് ശേഷം ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാര്യം നല്ലൊരു കച്ചവടം ഉണ്ടാവില്ല. അപ്പോൾ നല്ല കച്ചവടത്തിന്, നല്ല പരിപാടികൾക്ക്, നല്ല ജോലിക്കൊക്കെ ഇറങ്ങുന്ന ആൾക്കാർ സുബ്ഹിക്ക് ശേഷം ഉറങ്ങാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഒരു ദിവസം ഇത്ര ടാർഗറ്റ് തേക്കണം, അല്ലെങ്കിൽ ഇത്ര ലക്ഷ്യമൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ദിവസം എന്തെങ്കിലുമൊക്കെ പൂർത്തിയാകാനുണ്ടെങ്കിൽ അന്ന് ശേഷം സുബ്ഹിക്ക് ശേഷം ഉറങ്ങാതിരിക്കുക. മനസ്സിലായി? അപ്പോൾ പരീക്ഷയുള്ള കുട്ടികളാണെങ്കിൽ ഒന്ന് സുബ്ഹിക്ക് ശേഷം ഉറങ്ങരുത്. കാരണം അല്ലാഹു തആല നൽകുന്നതിനെ തൊട്ട് തടയപ്പെടും. വകസ്റത്തുൻ നൗമി, അമിതമായ ഉറക്കം, തൂരിസുൽ ഫഖ്റ, അതും ദാരിദ്ര്യം ഉണ്ടാകും. ഫുൾ ഉറങ്ങിയാൽ പഠിക്കോണ്ടേ, ഉറപ്പല്ലേ? അമിതമായ ഉറക്കം ദാരിദ്ര്യത്തെ ഉണ്ടാക്കി തീർക്കും. വഫഖ്റൽ ഇൽമി, ദാരിദ്ര്യം മാത്രമല്ല, ഇൽമിൻ്റെ ദാരിദ്ര്യവും, അറിവൊന്നും അവൻ്റെ കയ്യിൽ ഉണ്ടാവില്ല എന്തുണ്ടെങ്കിൽ അമിതമായ ഉറക്കമുണ്ടെങ്കിൽ. ഷിയറുൻ, ഒരു കവിത. സുറൂറുന്നാസി ഫീ ലുബ്സിൽ ലിബാസി വജംഉൽ ഇൽമി ഫീ തർക്കിൻ നുആസി. അപ്പോൾ ഉറക്കം ഒഴിവാക്കുന്നതിനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. ആവശ്യത്തിനുള്ള ഉറക്കം വേണതാനും, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ജനങ്ങളുടെ സന്തോഷം ഫീ ലുബ്സിൽ ലിബാസി, നല്ല നല്ല വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നതിലാണ് ആൾക്കാരുടെ ഇഷ്ടം. നല്ല വിലപിടിപ്പുള്ള വസ്ത്രം, നല്ല വാഹനം, നല്ല നല്ല മോടിയായിട്ട്, ഇതിലൊക്കെയാണ് ആളുകൾ സന്തോഷം കണ്ടെത്തുന്നത്. വജംഉൽ ഇൽമി, ഇൽമ് കരസ്ഥമാക്കൽ ഫീ തർക്കിൻ നുആസി, ഉറക്കം ഉപേക്ഷിക്കുന്നത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ ഉറക്കൊക്കെ ഒഴിച്ച് അധ്വാനിച്ച് പഠിച്ചാൽ തന്നെ ഇൽമ് കിട്ടുള്ളൂ. വെറുതെ ഒരു അണിഞ്ഞൊരുങ്ങി തേച്ച് നല്ല സ്ഥിരമൊക്കെ ഇട്ട് നടന്നുകൊണ്ട് ഇൽമ് കരസ്ഥാവില്ല. ഉറക്കൊക്കെ ഒഴിവാക്കിയാലേ തന്നെ ഇൽമ് കരസ്ഥാവുള്ളൂ. വഖാല ഷാഇറു, ഒരു കവി പറഞ്ഞിട്ടുണ്ട്, അലൈസ മിനൽ ഖുസ്റാനി അന്ന ലയാലിയ തമുറു ബിലാ നഫ്ഇൻ വതുഹ്സബു മിൻ ഉംരി. എന്താ അവസ്ഥ? അലൈസ മിനൽ ഖുസ്റാനി, വലിയ പരാജയങ്ങളിൽ പെട്ടതല്ലേ, അന്ന ലയാലിയ, നമ്മുടെ രാത്രികൾ, തമുറു, രാത്രി നമ്മുടെ ആയുസ്സിൽ നിന്ന് ഇങ്ങനെ കടന്നു പോകും, ഉറങ്ങിക്കഴിഞ്ഞ് ഇങ്ങനെ പോകും. ബിലാ നഫ്ഇൻ, ഒരു ഉപകാരം ഇല്ലാതെ ഇങ്ങനെ ഉറങ്ങിപ്പോവുക. ഇപ്പോൾ തുഹ്സബു മിൻ ഉംരി, എന്നാൽ പിന്നെ നമ്മൾ ആയുസ് നിന്ന് ആയിക്കോട്ടെ, എനിക്ക് 60 കൊല്ലം ഉള്ളത്, 60 കൊല്ലം ഇപ്പോൾ എനിക്കിപ്പോൾ 30 കൊല്ലം ഞാൻ ഉറങ്ങിയിട്ട് വയ്ക്കണമല്ലോ, അതുകൊണ്ട് എനിക്ക് ഉപകാരമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ആ 30 കൊല്ലം എൻ്റെ ആയുസ്സിൽ നിന്ന് എക്സ്ട്രാ തരണം എന്ന് പറയാൻ കഴിയുന്നുണ്ടോ? ഇല്ല. ഒരു ഉപകാരമില്ലാതെ കഴിഞ്ഞു പോവുകയും ചെയ്യുന്നു എന്ന് ആയുസ്സിൽ അത് കണക്കാക്കുകയും ചെയ്യാണ്. അതും അവിടെ കൂട്ടിയിട്ടേ ആയുസ്സുള്ളൂ. അത് എന്തൊരു പരാജയമാണ്. ഏ ഒരുത്തനെ നീ എഴുന്നേൽക്ക്, ലഅല്ലക തർഷദൂ, നിനക്ക് സന്മാർഗം, റഷാദ്, നല്ല വഴി, നേർവഴി ഉണ്ടായേക്കാം. ഇലാക്കം തനാം, എത്ര വെച്ചിട്ടാ ഈ ഉറങ്ങുക? അല്ലയില വൽ ഉംറു യംഫദു, ആയുസ് അവിടെ തീരുന്നു. എത്ര വെച്ചിട്ടാ ഈ ഉറങ്ങണത്? ഏതുവരെ വെച്ചിട്ടാ ഈ ഉറങ്ങണത്? ഏ ഒരുത്തനെ, യാ ഹാദ എന്നാൽ ഏ ഒരുത്തനെ നീ എഴുന്നേൽക്ക്, രാത്രി എഴുന്നേറ്റ് നിന്നിട്ട് ആരാധനകളിൽ ഏർപ്പെടെ, നിസ്കരിക്കേ, ഇൽമു പഠിക്കേ. കാരണം വൽ ഉംറു യംഫദു, ആയുസ് വറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. വന്നൗമു ഉരിയാനൻ, ഇനി ഓരോ കാര്യങ്ങൾ റിസ്കിനെ തൊട്ട് തടയപ്പെടുന്ന കാര്യങ്ങളെ പറയാണ്. നഗ്നനായിട്ട് ഉറങ്ങുക, വൽ ബൗലു ഉരിയാനൻ, നഗ്നനായിട്ട് മൂത്രമൊഴിക്കുക,
വൽ അക്കുലു ജുനുബൻ, ജനാബത്തുകാരനായി ഭക്ഷിക്കുക, വൽ അക്കുലു മുത്തക്കിയൻ, ചാരി നിന്നുകൊണ്ട് ഇങ്ങനെ തിന്നുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ചില ആൾക്കാരുണ്ടിട്ടില്ലേ ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ ഇതുമ്പോൾ കൊടുത്തിട്ട് ഇങ്ങനെ മുത്തക്ക എന്ന് പറയാം. സോഫമ്മയൊക്കെ കണ്ടിട്ടില്ലേ, ഈ ചാരി കിടക്കുന്ന സോഫ കണ്ടിട്ടില്ലേ, അതൊരു പേര് പറയില്ലേ. അതിപ്പോൾ അങ്ങനെ ചാരി കിടന്നിട്ട് മുത്തക്കിയാൻ ഒരു സൈഡിൽ ഇങ്ങനെ ചാരുന്നിട്ട് ഇങ്ങനെ വലിയ ശുചിയായിട്ട് ഇങ്ങനെ തിന്ന കുടിക്കുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ദാരിദ്ര്യം ഉണ്ടാക്കും, അതായത് റിസ്കിനെ തൊട്ട് തടയപ്പെടും കേട്ടോ. വത്തഹാബിനുബി സുക്കൂത്തിൽ ഇതാ പാത്രത്തിൽ നിന്ന് വീണ ഭക്ഷണ സാധനങ്ങൾ നിസ്സാരായി കാണുക, അതായത് പ്ലേറ്റിൽ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ചുറ്റുപാടും വീണ ഭക്ഷണധാന്യങ്ങൾ അതിന് നിസ്സാരമായി കണ്ടാൽ ദാരിദ്ര്യം ഉണ്ടാവും. വഹർക്കു കിശ്രിൽ ബസ്വലി വസ്തൂമി, ഉള്ളിയുടെയും വെള്ളുള്ളിയുടെയൊക്കെ തോലൊക്കെ ഇങ്ങനെ കരിച്ച് കളയാം. കൻസുൽ ബൈത്തി ഫില്ലൈലി ബിൽ മിന്തിയിൽ, രാത്രി അടിച്ചു വാരുക, ഫില്ലൈലി ബിൽ മിന്തിയിൽ, തുടപ്പുണ്ട്. തുടപ്പ് പറയാൻ കർച്ചീഫ്, മിന്തിയിൽ പറഞ്ഞാൽ ടവലിനാണ് പറയാം. അപ്പോൾ ടവൽ കൊണ്ട് രാത്രിയിൽ വീട് അടിച്ചു വൃത്തിയാക്കുക. അപ്പോൾ തെർക്കുൽ കുമാമത്തി ഫിൽ ബൈത്തി, വീടിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് അടുക്കാട്ട് കൊണ്ടുപോയിട്ട് ഉപേക്ഷിക്കുക. ഇപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അടിച്ചോരിയിട്ടൊക്കെ ഒരു മൂലൊക്കെ കൂട്ടി വെക്കുക, ഇതൊക്കെ ദാരിദ്ര്യത്തിന് കാരണമാകും. വൽ മഷിയോ കുദ്ദാമൽ മഷായിഖ്, ഗുരുനാഥരുടെ വലിയ വലിയ മഷായിഖന്മാരുടെ, പ്രായമായ ആൾക്കും ഷെയ്ഖ് എന്ന് പറയും, അതല്ല പ്രായമായ ആളായിക്കോട്ടെ അല്ലെങ്കിൽ ഗുരുനാഥരായ ആയിക്കോട്ടെ, ഷെയ്ഖന്മാരുടെ മുമ്പിൽ കടന്ന് നടക്കുക, അതായത് അവരുടെ മുമ്പിൽ നടക്കുക. വൽ വാലിദൈനി, മാതാപിതാക്കളുടെ മുമ്പിൽ കയറി നടക്കുക. വൻ ഇതാ ഉഹുമാബി ഇസ്മിഹിമ, മാതാപിതാക്കൾ അവരുടെ പേര് കൊണ്ട് വിളിക്കുക. അതിപ്പോൾ ഒരു ട്രെൻഡായി മാറിയിട്ടുണ്ട്, മക്കളൊക്കെ എന്ത് ചെയ്യുക, വാപ്പാനെ പേര് കൊണ്ട് വിളിക്കുക, അങ്ങനെ ഒരു മോഡലൊക്കെ ആയിട്ട് പലയിടത്തും വരുന്നുണ്ട്. ശ്രദ്ധിക്കുക, ദാരിദ്ര്യം ഉണ്ടാകും. പിന്നെ വൽ ഖിലാലു ബി കുല്ലി ഖശബത്തിൻ, കൊള്ളി കഷ്ണങ്ങൾ, അതായത് മരത്തിൻ്റെ കൊമ്പ് അങ്ങനത്തെയും കൊണ്ടൊക്കെ പല്ലിൻ്റെ ഇടയിൽ പല്ലി കുത്തുക, അത് ദാരിദ്ര്യം ഉണ്ടാക്കും. വഖസ്ലുൽ യദൈനി ബിത്വീനി വതുറാബ്, കളിമണ്ണ് കൊണ്ടും മറ്റു മണ്ണുകൊണ്ടൊക്കെ കൈകാലുകൾ കഴുകുക. ഖസ്ല് അറിയുന്നാൽ കഴുകുക, അതായത് മണ്ണുകൊണ്ട് ഇങ്ങനെ തേമ്പിയിട്ട് തയമ്മും ചെയ്യണതല്ല പറയണത്, അല്ലാതെ അനാവശ്യമായിക്കൊണ്ട് മണ്ണുകൊണ്ട് ശരീരത്തിൽ പോക്കെ ഇങ്ങനെ പുരട്ട് കഴുകുക. വൽ ജുലൂസു അലൽ അത്തബ, ഉമ്മറപ്പടിയിൽ ഇരിക്കുക, വീടിൻ്റെയൊക്കെ ഉമ്മറപ്പടിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതെന്തുണ്ടാക്കും, ദാരിദ്ര്യത്തെ ഉണ്ടാക്കും. വൽ ഇത്തിക്കാവു അല അഹദി സൗജയിൽ ബാബി, വാതിലിൻ്റെ രണ്ട് പൊളി, സൗജന ഇണാന്ന അർത്ഥം, വാതിലിന് രണ്ട് പൊളി ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു പൊളിമ അങ്ങനെ എന്ത് ചെയ്യുക, ചാരിയിട്ട് ഇരിക്കുക, അതിന് ചാരിങ്ങനെ നിൽക്കുക, ഇരിക്കലും നിൽക്കലൊക്കെ. ഒത്തവല്ലുഫിൽ മബ്റസി, കാഷ്ടിക്കുന്ന സ്ഥലത്ത് ഉദു എടുക്കുക, അതായത് ടോയ്ലറ്റിൽ ഉദു എടുത്തു കഴിഞ്ഞാൽ അത് ദാരിദ്ര്യത്തിന് കാരണമായി തീരും എന്ന്. വഖിയാതത്തു സൗബി അലാ വദനിഹി, ശരീരത്തിൽ ഇട്ടുകൊണ്ട് തന്നെ വസ്ത്രം തുന്നിയ. അപ്പോൾ എൻ്റെ ജുബ്ബ ഇവിടെ ഇങ്ങനെ കീറിയിട്ടുണ്ട് വിചാരിച്ചു, അപ്പോൾ ഇനിയിപ്പോൾ അത് ഇങ്ങനെ ഇതാക്കേണ്ട ചെയ്തിട്ട് നൂലെടുത്തിട്ട് മേത്തിട്ടിട്ട് തന്നെ ഇങ്ങനെ എന്ത് ചെയ്യുക, തുന്നിയ. അങ്ങനെ തുന്നിക്കഴിഞ്ഞാൽ അത് ദാരിദ്ര്യത്തിന് കാരണമായി തീരും. എന്താ അപ്പോൾ ഇതിന് ആകെ ചുരുക്കുക, നമുക്കിതിൻ്റെ യുക്തി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് മഹാന്മാരുടെ ഹദീസ്, ഹബീബ റസൂലിൻ്റെയൊക്കെ ഹദീസിനെ വിശകലനം ചെയ്തുകൊണ്ടാണ് ഇവരിത് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് യുക്തി നോക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഇതിൻ്റെ ഒരു യുക്തി ഉണ്ടാകും. എന്താണ് യുക്തി? ഇങ്ങനെ അങ്ങനെ പെരും മടിയനല്ലേ അവനെ, വസ്ത്രം അതൊന്ന് അയച്ചിട്ടിട്ട് അതൊക്കെ ഒന്ന് തുന്നിയിട്ട് എടുത്ത് തുന്നാനിപ്പോൾ എന്താ, ഇപ്പോൾ അത്രയും മടിയില്ല ആൾക്ക് പിന്നെ ഭക്ഷണം അവൻ അധ്വാനിക്കാൻ തയ്യാറാണ് ആളാവുമോ? ഇല്ലല്ലോ, മടിയനായിരിക്കും, അവൻ്റെ കാര്യങ്ങളിലൊന്നും ശ്രദ്ധയില്ലാത്ത ആളായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ അലസമായി നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റിസ്കിനുള്ള മാർഗ്ഗങ്ങൾ കുറവായിരിക്കും. മനസ്സിലായല്ലോ? അപ്പോൾ യുക്തി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ലെങ്കിലും ഇതിലൊക്കെ ഓരോ യുക്തി അടങ്ങിയിട്ടുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. വസ്ത്രം കൊണ്ട് മുഖം തുടക്കുക, അതായത് ഇട്ട വസ്ത്രം തന്നെ എടുത്തിട്ട് ചില ആൾക്കാർ കണ്ടിട്ടില്ലേ, തുണിൻ്റെ കോന്തലെങ്ങനെ എടുത്തിട്ട് അതുകൊണ്ട് തന്നെ തിന്നൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിറി തുടക്കുക. ഈ രീതിയിൽ, അല്ലെങ്കിൽ ഉദു കൊടുത്ത തന്നെ എന്തെങ്കിലുമൊക്കെ വെള്ളമല്ലത് ഉടുത്ത വസ്ത്രം എടുത്തിട്ട് തുടക്കുക, അത് ദാരിദ്ര്യത്തിന് കാരണമാകും. തെർക്കു നസ്ജിൽ അങ്കബൂത്തി ഫിൽ ബൈത്തി, വീട്ടിലെ ചിലന്തി വലയെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ചിലന്തി വല മാറാലൊക്കെ ഇങ്ങനെ കാണുമ്പോൾ അത് അങ്ങനെ തന്നെ ഇടുക, അതെന്തിന് കാരണമാവും, ദാരിദ്ര്യത്തിന് കാരണമാകും. ഒത്തഹാബുനും ഫിസ്വലാത്തി, നിസ്കാരത്തിൽ അലസത, നിസാരായി കാണുക, സമയമായിക്കണു ഒന്ന് നിസ്കരിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ ഇങ്ങനെ ലാസ്റ്റ് വരെ ഇങ്ങനെ പിന്തിച്ച് അതിനൊരു ലാഘവത്തോടു കൂടി നിസാരമായി കണ്ടാൽ റിസ്കിന് തടയാൻ കാരണമായി തീരും. അപ്പോൾ ഇസ്രാഉൽ ഖുറൂജി മിനൽ മസ്ജിദി, പള്ളിയിൽ നിന്ന് സ്പീഡിൽ പോവുക, നിസ്കാരം കഴിഞ്ഞാൽ ജുമാ കഴിഞ്ഞാൽ ഉടനെ സലാം വീട്ടി അപ്പം തന്നെ നീച്ചുമുണ്ട്, ഈ രീതിയിൽ ബഅദ സ്വലാത്തിൽ ഫജ്രി. പക്ഷെ ഇവിടെ പറയണത് സുബഹി നിസ്കാരത്തിന് ശേഷം കേട്ടോ. സുബഹി നിസ്കാര ശേഷം പള്ളിയിൽ നിന്ന് വേഗം പോയി കഴിഞ്ഞാൽ അത് ദാരിദ്ര്യത്തിന് കാരണമാകും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, കുറച്ച് നേരം അവിടെ ഇരുന്ന് നീയത്തൊക്കെ ഇത്തികാഫിൻ്റെ ഇതൊക്കെ വെച്ച് കുറച്ച് നേരം ഖുർആനൊക്കെ ഓതി അങ്ങനെ വേണം പോകാൻ. അപ്പോൾ സ്വലാത്തുൽ ഫജ്റിന് ശേഷം പെട്ടെന്ന് തന്നെ പള്ളിയിൽ നിന്ന് പുറത്തു പോയാൽ
വൽ ഇബ്തികാറു ബിദ്ദഹാബി ഇല സൂഖി, അങ്ങാടിയിലേക്ക് പോകുമ്പോൾ നേരത്തെ പോകുക. ഇബ്തികാർ എന്ന് പറഞ്ഞാൽ നേരത്തെ പോകും. പള്ളിയിലേക്കാണെങ്കിൽ വൈകി വരും, നേരത്തെ പോകും. അങ്ങാടിയിലേക്കാണെങ്കിൽ നേരത്തെ പോകും, വൈകി തിരിച്ചു വരും. ഈ രീതിയൊക്കെ എന്തിന് കാരണമായി തീരും? ദാരിദ്ര്യത്തിന് അല്ലെങ്കിൽ റിസ്കിനെ തടയപ്പെടുന്നതിന് വേണ്ടി കാരണമായി തീരും. വൽ ഇബ്തികാറു ബിദ്ദഹാബി ഇല സൂഖി, അതാണ് അതിൻ്റെ ഉദ്ദേശം. അങ്ങാടിയിലേക്ക് പോകുന്നത് കൊണ്ട് ഇബ്തികാർ എന്ന് പറഞ്ഞാൽ നേരത്തെ പോവുക. വൽ ഇബ്താഉ ഫി റുജൂഇ മിൻഹു, അവിടെ നിന്ന് തിരിച്ചു വരുന്നത് വളരെ പിന്തിയ നിലക്ക് വരിക. ഇബ്താ എന്ന പിന്ത് കേട്ടോ. അപ്പോൾ ഷിറാഉൽ കസ്റാത്തിൽ ഖുബ്സി മിനൽ ഫുഖറാ, ദാരിദ്ര്യം പിടിച്ച ആളുകളിൽ നിന്ന് ഖുബ്സിൻ്റെ പൊട്ട് കഷ്ണങ്ങൾ വാങ്ങുക, അത് ദാരിദ്ര്യത്തിന് കാരണമായി തീരും. അതായത് ഫക്കീറമായ ആളുകളുടെ അടുക്കിൽ നിന്ന് പൊട്ടിയ റൊട്ടികൾ വാങ്ങുന്നത് ദാരിദ്ര്യത്തിന് കാരണമായി തീരും. എന്ന് പറഞ്ഞാൽ ഓലയടുത്ത് നിന്ന് ഫുഖറായിൻ്റെ അടുത്തൊക്കെ ഓലി പൊട്ടിയ റൊട്ടിയൊക്കെ വിൽക്കണമെങ്കിൽ അത്രയും ദാരിദ്ര്യം പിടിച്ചിട്ടായിരിക്കും അവരെ നീതി ഉണ്ടാകുക. അപ്പോൾ ഓരോരുത്തും വാങ്ങല്ലേ, ഓർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സഹായിച്ചാണ് ചെയ്യേണ്ടത്. മനസ്സിലാവേണ്ട പറയണത്. അല്ലാതെ ഓല കച്ചവടം പീടിക്ക് പോകാൻ പറ്റില്ല എന്നല്ല പറഞ്ഞത്. എന്താണ് പറഞ്ഞത് നോക്കൂ, ഷിറാഉ കസ്റാത്തിൽ ഖുബ്സി മിനൽ ഫുഖറാ, ഫുഖറായിൽ നിന്ന് ഖുബ്സിൻ്റെ റൊട്ടിയുടെ പൊട്ടിയ കഷ്ണങ്ങൾ വാങ്ങൽ റിസ്ക് തടയപ്പെടുന്നത് ദാരിദ്ര്യത്തിനുണ്ടാകുന്നതിന് കാരണമായി തീരും. കാരണം ദാരിദ്ര്യമായ സംബന്ധിച്ചിടത്തോളം ഒരു പൊട്ടിയ റൊട്ടിയൊക്കെ ഒരു വിൽക്കണമെങ്കിൽ അത്രയും ദാരിദ്ര്യം പിടിച്ച് പ്രയാസപ്പെട്ടിട്ടായിരിക്കും. അപ്പോൾ ഓരോന്ന് വാങ്ങാൻ നിൽക്കണം, അത് ഓല തന്നെ തിന്നോട്ടെ, പകരം ഓല എന്തെങ്കിലും സഹായിക്കുക, അതൊക്കെയാണ് ഇതിൻ്റെ ഉദ്ദേശം. മനസ്സിലായില്ലേ? പിന്നെ വസു ആലു, ചോദിക്കുക. വദുആഉ ശരി അലൽ വലതി, കുട്ടിയോട് മോശപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുക, അല്ലെങ്കിൽ അവൻ്റെ മേൽ മോശപ്പെട്ടത് കൊണ്ട് ദുആ ചെയ്യുക. കുട്ടികളോട് വേണ്ട ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറയാം. അതുപോലെ തന്നെ കുട്ടികളുടെ മേൽ മോശിച്ച് നശിച്ചു പോകും, ആ രീതിയിലൊക്കെ കുട്ടികളുടെ മേൽ മോശമായി ദുആ ചെയ്യുക. വതർക്കു തഖ്മീരിൽ അവാനി, പാത്രങ്ങൾ മൂടി വെക്കുന്നത് ഉപേക്ഷിക്കുക. രാത്രി ഉറങ്ങുമ്പോഴൊക്കെ ഭക്ഷണം കഴിക്കുന്നതാവട്ടെ പാത്രങ്ങളൊക്കെ മൂടി വെക്കുന്നത് ഒഴിവാക്കുക. ഇത്ഫാഉ സിറാജ് ബിൻ നഫസി, ശ്വാസം കൊണ്ട് വിളക്കുക. പൂന്നൂറ് ഊതിയിട്ട് കെടുത്തുക. അതിന് പകരം എന്ത് ചെയ്യണം? അങ്ങനെ എന്തോടേലും ആക്കിയിട്ട് വേണം കെടുത്താൻ. ഊതിയിട്ട് വിളക്ക് കെടുത്തുക. കുല്ലു ദാലിക യൂരിസുൽ ഫഖറ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എന്തിന് കാരണമായിത്തീരും? ദാരിദ്ര്യത്തിന് കാരണമായിത്തീരും. ഉരിഫ ദാലിക ബിൽ ആസാർ, ഇതൊക്കെ അറിയപ്പെട്ടത് ഹദീസുകളുടെ ആസാർ എന്ന് പറഞ്ഞാൽ ഹദീസുകളെ കൊണ്ടാണ് ഇതെല്ലാം അറിയപ്പെട്ടത്. അപ്പോൾ വിവിധങ്ങളായ ഹദീസുകളിലും കിതാബുകളിലൊക്കെ മഹാന്മാർ പറഞ്ഞതിനെ വളരെ ചുരുക്കിയിട്ട് ഇവിടെ ഏതാനും കാര്യങ്ങൾ കൊടുത്തതാണ്. ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. വഖദ, ഇപ്രകാരം തന്നെയാണ്. ഇത് ചില കാര്യങ്ങൾ കൂടി പറയുന്നു. അൽ കിതാബത്തു ബിൽ ഖലബിൽ മഅഖൂദ്, പൊട്ടിയ പേന കൊണ്ട് എഴുതിയാൽ ദാരിദ്ര്യം ഉണ്ടാകും. വൽ ഇംതിശാതു ബിൽ മസ്തിൽ മുൻകസരി, പൊട്ടിയ ചീർപ്പ് കൊണ്ട് വാരിയ. വതർക്കു ദുആഇൽ വാലിദൈനി, മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കുന്നതിനെ ഒഴിവാക്കുക, ഓൽക്ക് പ്രാർത്ഥിക്കാതിരിക്കുക. വതഅമ്മുമു ഖാഇദൻ, ശ്രദ്ധിച്ചോളി, ഇരുന്ന് തലയെകെട്ടുക. തലയെകെട്ട് ഇരുന്ന് കെട്ടി കഴിഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാവും. വതസർവലു ഖായിമൻ, നിന്നുകൊണ്ട് പാൻറ് ധരിക്കുക. വൽ ബുഖ്ലു വത്തഖ്തീറു, അതുപോലെ പിശുക്കത്തരം കാണിക്കുക. വൽ ഇസ്റാഫു, അമിത വ്യയം, ആവശ്യത്തിൽ കൂടുതൽ ചെലവഴിക്കുക. വൽ കസലു, മടി. വത്തഹാവുനു, നിസാരത ഫിൽ ഉമൂരി, എല്ലാ കാര്യങ്ങളിലും മടിയും ലാഘവത്വം, അങ്ങനെ മതി പിന്നെ കാട്ടാൻ നാളെ ചെയ്യാം എന്നുള്ള രീതിയിലുള്ള എല്ലാ വിഷയത്തിലും ഒരു നിസാരതയും അതുപോലെ എല്ലാ വിഷയത്തിലുള്ള ഒരു മടിയും, ഈ വിഷയങ്ങളൊക്കെ ദാരിദ്ര്യത്തിന് കാരണമായി തീരും. വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, ഇസ്തൻസിലു റിസ്ഖ, നിങ്ങൾ റിസ്ഖിനെ നുസൂലാക്കുന്നതിനെ തേടണം, റിസ്ഖ് ഇറങ്ങാൻ വേണ്ടി നിങ്ങൾ തേടണം. ബിസ്വദഖതി, സ്വദഖ കൊണ്ട് നിങ്ങൾ തേടണം. അപ്പോൾ സ്വദഖ ചെയ്താൽ അള്ളാഹുവിൻ്റെ റിസ്ഖ് നമ്മൾക്ക് കിട്ടും. അത് നമുക്ക് അനുഭവമുള്ള കാര്യങ്ങളാണ്. നമ്മൾ ആർക്കും കൊടുക്കാതെ അങ്ങനെ പൈസ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈസ അങ്ങനെ കിട്ടണതേ ഉണ്ടാവും. ജീവിതത്തിന് ഇങ്ങനെ പോവാം. നേരെ മറിച്ച് നമ്മൾ വാപ്പാർക്ക് ഉമ്മാർക്ക് നമ്മളെ കുടിയത്തെ ചിലവ് ഇതൊക്കെ നോക്കുമ്പോൾ പടച്ചോൻ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ തരും. എന്ന് പറഞ്ഞാൽ സ്വതക്ക അധികരിപ്പിക്കുന്നതിനനുസരിച്ച് കൊണ്ട് അള്ളാഹു തആല നമുക്ക് റിസ്ഖ്, അതാണ് ഇസ്തൻസിലു, നിങ്ങൾ റിസ്ഖ് ഇറങ്ങാൻ വേണ്ടി അള്ളാഹുവിനോട്, ഇസ്തൻസിലു റിസ്ഖ, നിങ്ങൾ റിസ്ഖ് ഇറങ്ങാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കണം. ബി സ്വദഖതി, എങ്ങനെയാണ്? സ്വദഖ കൊണ്ട് എന്ന് പറഞ്ഞാൽ സ്വദഖ ചെയ്താൽ അള്ളാഹുവിൻ്റെ റിസ്ഖ് ഇറങ്ങും. വൽ ബുക്കൂറു, നേരത്തെ പോകുക എന്നുള്ളത്, അല്ലെ എല്ലാ വിഷയത്തിലും നേരത്തെ കാര്യത്ത് രാവിലെയൊക്കെ നേരത്തെ പോയി കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് മുബാറക്കുൻ, അത് ബറക്കത്താക്കപ്പെട്ട. ഇപ്പോൾ ഏത് വിഷയമാണെങ്കിലും നമ്മൾ രാവിലെ ചെയ്യാം, അതിന് വളരെ ബറക്കത്തുണ്ട്. ഇപ്പോൾ ഒരു വിഷയമാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പറയാം, ഇപ്പോൾ വീട്ടിലൊരു പെണ്ണ് കാണലുണ്ട് വിചാരിച്ചു,
ഇന്ന് പെണ്ണിൻ്റെ കുടിക്കാർ അവിടെ പോയി കാണണമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ പോകുക. അപ്പോൾ ഏത് വിഷയമാണെങ്കിലും രാവിലെ നമ്മൾ ചെയ്യാൻ അത് ബർക്കത്താക്കപ്പെട്ടതാണ്. യസീദു ഫി ജമീഇ നിഅമി, രാവിലെ ചെയ്യുന്ന ഏത് വിഷയത്തിലും അമിതമായിട്ടുള്ള അനുഗ്രഹം ഉണ്ടാകും, നഈമുകൾ. അതായത് ബാക്കി സമയത്ത് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എക്സ്ട്രാ ബെനഫിറ്റ് ഏതിലുണ്ടാകും? രാവിലെ ചെയ്യുന്ന വിഷയത്തിലുണ്ടാകും. ഖുസൂസൻ ഫി റിസ്ഖി, പ്രത്യേകിച്ചും ഏതിൻ്റെ വിഷയത്തിൽ? ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ജോലിയൊക്കെ എടുക്കുമ്പോൾ രാവിലെ നേരത്തെ പോയിട്ട് രാവിലെ നേരത്തെ ആ ജോലിക്കൊക്കെ ഒരുങ്ങി തയ്യാറായി ആ രീതിയിൽ ഞാൻ അത് എഴുതിയിട്ട് വൈകുന്നേരത്തുള്ള ജോലിക്ക് രാവിലെ തന്നെ പോകണം എന്നല്ല ഈ പറഞ്ഞത്. പിന്നെന്താണ് ഈ പറഞ്ഞതിനർത്ഥം? ഏത് വിഷയത്തിലും ബുക്കൂർ പറഞ്ഞാൽ നേരത്തെ പോവുക, നേരത്തെ കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങുക എന്നുള്ളതാണ്. അതൊക്കെ അതിന് കാരണമായിത്തീരും. അപ്പോൾ ഹുസ്നുൽ ഖത്തി, നല്ല എഴുത്ത്, നല്ല കൈപ്പടയിൽ എഴുതുക, അതും എന്തിന് കാരണമാണ്? റിസ്ഖിന്, നല്ല റിസ്ഖിന് കാരണമാണ്. മിൻ മഫാത്തിഹി, ഹുസ്നുൽ ഖത്തി, നല്ല കൈപ്പടയിൽ എഴുതുക എന്നത് മിൻ മഫാത്തിഹി റിസ്ഖി, റിസ്ഖിനെ തുറക്കുന്ന, റിസ്ഖിൻ്റെ താക്കോലുകളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞാൽ നല്ല കൈപ്പടയിൽ, നല്ല വൃത്തിക്ക് കാര്യങ്ങളൊക്കെ. അതിൻ്റെ കാര്യം എന്താ? അവൻ്റെ എഴുത്തുമ്പോൾ വൃത്തിയുള്ള ആളാണെങ്കിലും അവൻ്റെ ജീവിതത്തിൽ ആർക്കായിരിക്കും എഴുത്തിൽ വൃത്തിയുള്ള ആളുകൾ? സ്വാഭാവികമായിട്ടും അവരെന്ത് ചെയ്യും? അവരുടെ ജീവിതത്തിലൊരു വൃത്തിയുള്ള ആളായിരിക്കും, കാര്യങ്ങളൊക്കെ ചുടിക്ക് ഇങ്ങനെ കൊണ്ടുപോകണം, അങ്ങനെയൊക്കെയുള്ള ആളായിരിക്കും. അപ്പോൾ അവൻ്റെ ജോലി, അവൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് കൊണ്ടുപോകണ ആളേക്കാരം. അതാണ് ഇതിൻ്റെയൊക്കെ യുക്തി നമ്മൾ ചിന്തിക്കേണ്ടത്. യുക്തിയാകുമ്പോൾ നേരത്തെ പറഞ്ഞു, ഇതിൻ്റെയൊക്കെ യുക്തി എന്താ ഇപ്പോൾ ഇതിപ്പോൾ ഇപ്പം എന്താ ഉള്ളിൻ്റെ തോല് കത്തിച്ചപ്പോൾ എങ്ങനെ ദാരിദ്ര്യം ഉണ്ടാകുന്നു എന്ന് ചിന്തിക്കണ്ട, മനസ്സിലായില്ലേ? നമുക്ക് യുക്തിക്കപ്പുറം എന്തുണ്ട്? ഇത് റസൂലുള്ളയും മഹാന്മാരും നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യമാണ്. അതിൻ്റെ കൂടെ തന്നെ ഇതിലൊക്കെ യുക്തി ഉണ്ടാവും. കാരണം എന്താ? ഇത്രയും കാര്യങ്ങളൊക്കെ ഭക്ഷണ സാധനങ്ങൾ കരിച്ച് കളയുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇത്തരത്തിൽ മാറാലൊക്കെ ഉണ്ട് അതിങ്ങനെ തട്ടാതെ ഇങ്ങനെ മടിയനായി കുത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പൊട്ടിയ പേന അതൊന്നും മാറ്റിയിട്ട് ഒരു കഴിവുണ്ടായിട്ടും ഓൻ അതുകൊണ്ട് തന്നെ ഇങ്ങനെ എഴുതുമ്പോൾ ഓനവൻ്റെ കാര്യങ്ങളിലൊന്നും ഒരു ലാഘവത്വം, ഒരു ശ്രദ്ധ ഇല്ലാത്ത ആളാണ്. അങ്ങനത്തെ ആളെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും ആത്മാർത്ഥത അവനുണ്ടാവില്ല. അങ്ങനത്തെ ആളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് റിസ്ക്കും കുറയും. അപ്പോൾ ഈ രീതിയിലുള്ള യുക്തി അതിന് പിറകിലുണ്ടെങ്കിലും നമ്മൾ ആദ്യം നോക്കേണ്ടത് പറഞ്ഞത് അതേപോലെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇനി നോക്കൂ, വസ്തുൽ വജ്ഹി, മുഖപ്രസന്നത. ആളുകളെയൊക്കെ കാണുമ്പോഴും ആളുകളോടൊക്കെ പെരുമാറും, പ്രസന്നവദനമായിട്ട് എന്ത് ചെയ്യുക? പെരുമാറും. അതും എന്തിന് കാരണമാണ്? റിസ്ഖിന് കാരണമാണ്. വത്വീബുൽ കലാമി, നല്ല സംസാരം. യസീദു ഫിൽ ഹിഫ്ളി, അത് ഹിഫ്ളിനെ അധികരിപ്പിക്കും. അതായത് ആളുകളോടൊക്കെ നല്ല രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ മനഃപ്പാടത്തിനെ വർദ്ധിപ്പിക്കും. റിസ്ഖിനെയും വർദ്ധിപ്പിക്കും. വഅനിൽ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു, മഹാനായ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ ഹസൻ റളിയല്ലാഹു അൻഹു പറയാണ്, കൻസുൽ ഫിനാഇ, മുറ്റമടിച്ചു വാരൽ. കൻസുൽ ഫിനാഇ, മുറ്റമടിച്ചു വാരൽ. വഖസ്ലുൽ ഇനാഇ, പാത്രം കഴുകി വെക്കലും. മജ്ലബത്തുൽ ഗിന, സമ്പത്തിനെ വലിച്ചു കൊണ്ടുവരുന്നതാണ്. അപ്പോൾ വീടൊക്കെ ആണെങ്കിൽ മുറ്റമൊക്കെ അടിച്ചു വാരി വീട്ടിലെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുക എന്നുള്ളതൊക്കെ ഗിന, ഐശ്വര്യം, സമ്പത്തിനെ, അഭിവൃദ്ധിയെ കൊണ്ടുവരുന്ന കാര്യങ്ങളാണ്. ഇനി ശ്രദ്ധിക്കൂ, റിസ്ഖിനെ വലിച്ചു കൊണ്ടുവരുന്ന കാരണങ്ങളിൽ ഏറ്റവും ശക്തമായതാണ് ഇഖാമത്തു സ്വലാത്തി ബിൽ ഖുശൂഇ, നിസ്കാരം ഭയഭക്തിയോടുകൂടി നിലനിർത്തൽ. വതഅദീലിൽ അർക്കാനി, അവൻ്റെ ശരീരത്തിൻ്റെ ഓരോ റുക്കിനുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്കാരത്തിൻ്റെ റുക്കിനുകളെയൊക്കെ തഅദീൽ എന്ന് പറഞ്ഞാൽ നേരെ ചൊവ്വായി കൊണ്ടുവരിക. നിസ്കാരത്തിൽ റുക്കൂ ചെയ്യേണ്ട രീതിയിൽ, അല്ലെങ്കിൽ അർക്കാനുള്ള ശരീരത്തിൻ്റെ അവയവങ്ങൾ എന്ന് വേണമെങ്കിലും നമുക്ക് വെക്കാം. ശരീരത്തിൻ്റെ അവയവങ്ങളൊക്കെ തഅദീലായിട്ട് എല്ലായിടത്തും നല്ല രീതിയിൽ വെക്കുക, അല്ലെങ്കിൽ നിസ്കാരത്തിൻ്റെ റുക്കിനുകളെ അവൻ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ കൊണ്ടുവരിക. വസാഇരി വാജിബാത്തിഹ, നിസ്കാരത്തിൻ്റെ മുഴുവൻ വാജിബായ കാര്യങ്ങളെയും അവൻ കൊണ്ടുവരിക. വസുനനിഹ, നിസ്കാരത്തിൻ്റെ മുഴുവൻ സുന്നത്തായ കാര്യങ്ങളെയും കൃത്യമായി അവൻ കൊണ്ടുവരിക. വ ആദാബിഹ, ആ നിസ്കാരത്തിൻ്റെ മുഴുവൻ മര്യാദകളെയും കൃത്യമായിട്ട് അവൻ കൊണ്ടുവരിക. അതെന്തിന് കാരണമായി തീരും? റിസ്ഖിനെ വലിച്ചു കൊണ്ടുവരാൻ കാരണമായി തീരും. വസ്വലാത്തുൽ ദുഹാ, ദുഹാ നിസ്കാരമാകുന്നത്, ദുഹാ നിസ്കാരം എന്താണ്? ഫീ ദാലിക മഅറൂഫ്, ഈ വിഷയത്തിൽ വളരെ അറിയപ്പെട്ട കാര്യമാണ്. ഈ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ ഏത് വിഷയത്തിലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? റിസ്ഖിനെ കൊണ്ടുവരുന്ന ഭക്ഷണം. അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ നല്ല ജോലി, നല്ല ബർക്കത്തുള്ള ഭക്ഷണം കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ദുഹാ നിസ്കാരം പതിവാക്കിയിരിക്കണം. ദുഹാ നിസ്കാരം എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിൻ്റെ അത്ര എന്നാണ് പറയുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകലിനെ 4 ഓരിയാക്കിയാൽ അതിൽ ആദ്യത്തെ ഓരി കഴിഞ്ഞാലുള്ള സമയം. ഉദാഹരണം പറഞ്ഞാൽ 6 മണിക്ക് സൂര്യൻ ഉദിച്ച് 6 മണിക്ക് അസ്തമിക്കുമെങ്കിൽ ആ പകലിൽ 12 മണിക്കൂർ 4 ഓരിയാക്കി വെച്ച് കഴിഞ്ഞാൽ 3 4 മണിക്കൂർ, 3 മണിക്കൂറുള്ള 4 ഘട്ടമുണ്ട്. അതിൽ ആദ്യത്തെ മണിക്കൂർ കഴിഞ്ഞാൽ 6 മണി 3 മണി 9 മണി കഴിഞ്ഞാൽ നമുക്ക് നിസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരമാണ്
സ്വലാത്തു ളുഹ നിസ്കാരം. ആ നിസ്കാരം നിസ്കരിച്ചാൽ നമ്മുടെ റിസ്ഖിൽ വലിയ അഭിവൃദ്ധി ഉണ്ടാകും. അപ്പോൾ ഖിറാഅത്ത് സൂറത്തുൽ വാഖിഅ, സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്താൽ ദാരിദ്ര്യമില്ലാതാകും. ഫില്ലൈലി, രാത്രിയിൽ ഓതുക. വഖ്ത നൗമി, ഉറങ്ങുന്ന സമയത്ത്. വഖിറാഅത്തുൽ മുൽക്കി, സൂറത്തുൽ മുൽക്ക് തബാറക ഓതുക. വൽ മുസമ്മിൽ, സൂറത്തുൽ മുസമ്മിൽ ഓതുക. വല്ലൈലി ഇദാ യഗ്ഷ ഓതുക. വഅലം നശ്റഹ് ലക സദ്റക ഓതുക. വഹുദൂറുൽ മസ്ജിദ് ഖബ്ലൽ അദാൻ, ബാങ്ക് കൊടുക്കുന്നതിന് മുൻപ് പള്ളിയിൽ ഹാജരാവുക. വൽ മുദാവമതു അല ത്വഹാറത്തി, ശുദ്ധിയുടെ മേൽ പതിവാകുക, എപ്പോഴും വുളൂഉള്ള ആളായിട്ടിരിക്കുക. വഅദാഉ സുന്നത്തിൽ ഫജ്രി, സുബ്ഹിയുടെ സുന്നത്തിനെ വീട്ടുക. വൽ വിത്രി ഫിൽ ബൈത്തി, അതുപോലെ തന്നെ വിത്ർ നിസ്കാരവും ഫിൽ ബൈത്തി, വീട്ടിൽ വെച്ചുകൊണ്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സുബ്ഹിക്ക് പള്ളിക്ക് വീട്ടിൽ നിന്നാണ് വരുന്നതെങ്കിൽ സുന്നത്ത് എവിടെ നിന്ന് നിസ്കരിക്കുക? വീട്ടിൽ നിന്ന് നിസ്കരിക്കുക. അതുപോലെ തന്നെ രാത്രി വിത്ർ നിസ്കാരവും എവിടെ നിസ്കരിക്കുക? വീട്ടിൽ. അല്ലെങ്കിൽ സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ്. മനസ്സിലായല്ലോ? പിന്നെ അല്ലായത്തക്കല്ലം, അവൻ സംസാരിക്കാതിരിക്കലും. ബികലാമി ദുനിയാ, ദുന്യവിയായ സംസാരം. ബഅദൽ വിത്രി, ഇശാക്ക് ശേഷം വിത്ർ നിസ്കരിച്ച് വെറുതെ ദുനിയാവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഓരോ കഥകളും നാട്ടുവർത്താനം പറഞ്ഞിങ്ങനെ അവരിരുന്ന് സമയം കളയരുത്. വലാ യുക്സിറുൽ മുജാലസത നിസാ, ആ സമയങ്ങളിൽ അവന് സ്ത്രീകളോട് അമിതമായി സംസാരിച്ചിരിക്കുക. ആ സമയത്ത് എന്നല്ല, പൊതുവെ സ്ത്രീകളോട് അമിതമായിട്ട് സംസാരിച്ചിരിക്കുക. ഇല്ല ഇന്ദിൽ ഹാജ്, ആവശ്യമുണ്ടെങ്കിൽ പറ്റൂലേ? ഭാര്യയോട് വർത്തമാനം പറയാൻ പറ്റൂല എന്നാണ് ഈ പറയുന്ന അർത്ഥം. അല്ല, അതൊക്കെ ആവശ്യമാണ്. ബന്ധം നിലനിൽക്കാനും നല്ല കുടുംബ ബന്ധത്തിനൊക്കെ സംസാരിക്കൽ ആവശ്യമാണ്. അനാവശ്യമായിട്ട് ഒരാവശ്യമല്ലാതെ വെറുതെ ഓരോ കഥകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുക, അത് ചെയ്യാൻ പാടില്ല. അല്ലായത്തക്കല്ലാമി ബികലാമില്ലവിൻ, വെറുതെ ഉള്ള വർത്താനം, ഓരോ തമാശി ഇതൊക്കെ പറഞ്ഞില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് കളി വിനോദങ്ങളൊക്കെ പറഞ്ഞ് സമയം ഇങ്ങനെ കളയാതിരിക്കുക. പ്രത്യേകിച്ചും വിത്ർ നിസ്കാര ശേഷം എന്ന് പറഞ്ഞാൽ രാത്രി ഇശാസ്കാരം വിത്ർ നിസ്കാരം കഴിഞ്ഞിട്ട് അങ്ങനെ അവന് ചെയ്യരുത്. വഖീല, പറയപ്പെട്ടു, മൻ ഇസ്തഖല ബിമാ ലാ യഅനീഹി ഫാതഹു മാ യഅനീഹി. മൻ, ഒരുത്തൻ ഇസ്തഖല, അവൻ ജോലിയായ, ബിമാ ഒന്നുകൊണ്ട്, ലാ യഅനീഹി അവൻ ആവശ്യമില്ലാത്ത വിഷയത്തിൽ ജോലിയായാൽ, ഫാതഹു മാ യഅനി അവൻ ആവശ്യമുള്ളതിനെ അവൻ നഷ്ടപ്പെടുത്തും. ഓനക്കൊരു കാര്യമില്ല അതിലിടപെടാൻ, അല്ലെങ്കിൽ ശ്രദ്ധിക്കാണ്ടേ. ഓനക്കൊരു കാര്യമില്ലാത്ത വിഷയത്തിൽ പോയി തലട്ട് കഴിഞ്ഞാൽ ഓനക്ക് കാര്യമുള്ള വിഷയം നഷ്ടപ്പെടുത്തി കളയും. മനസ്സിലായോ? എങ്ങനെ? നമ്മൾ ഇടപെടേണ്ടിടത്തേ നമ്മൾ ഇടപെടാൻ പാടുള്ളൂ. ഒരു കാര്യവും ഇല്ലാതെ എല്ലാ കാര്യത്തിലും പോയി തലട്ട് കഴിഞ്ഞാൽ നമ്മൾ തലയിടേണ്ട വിഷയത്തിൽ നമുക്ക് തലയിടാൻ സമയം കിട്ടൂല. മനസ്സിലായോ? അതാണ്. ആരെങ്കിലും അവൻ ആവശ്യമില്ലാത്ത വിഷയത്തിൽ ജോലിയായാൽ ആവശ്യമുള്ള വിഷയം അവനെ തൊട്ട് നഷ്ടപ്പെട്ടു പോകും. ഖാല ഇബ്നു ജുമൈർ എന്നവർ പറഞ്ഞു, ഇദാ റഅയ്ത റജുല, നീ ഒരാളെ കണ്ടാൽ, യുക്സിറു അൽ കലാമ, അയാൾ സംസാരത്തെ അധികരിപ്പിക്കുന്നു, എന്നാൽ ഫസ്തൈക്കിൻ ബിജുനൂനിക്ക് ഭ്രാന്തനാണെന്ന് നീ ഉറപ്പിച്ചോ. അനാവശ്യമായിട്ടുള്ള സംസാരം അധികരിപ്പിക്കുന്ന ആൾക്ക് ഭ്രാന്തനാണെന്ന് നീ ഉറപ്പിച്ചോ എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ല ആളെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും അനാവശ്യമായി വെറുതെ സംസാരിച്ചിരിക്കുകയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. വഖാല അലി റളിയല്ലാഹു അൻഹു, മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദാ തമ്മൽ അഖ്ലു, ഒരാളുടെ ബുദ്ധി പരിപൂർണമായാൽ, നഖസുൽ കലാമു സംസാരം കുറയും. എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിയുള്ള ആളുകൾ കുറച്ചേ സംസാരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ബുദ്ധി പൂർണ്ണതയുടെ അർത്ഥമാണ്, അല്ലെങ്കിൽ അതിൻ്റെ അടയാളമാണ് ആവശ്യമുള്ളത് മാത്രം സംസാരിച്ചു സംസാരം കുറക്കുക എന്ന്. അപ്പോൾ ബുദ്ധിയുടെ പരിപൂർണത അതിൻ്റെ അടയാളമാണ്. അപ്പോൾ മുസന്നിഫ് റഹിമഹുല്ലാഹ് വത്തഫഖ ലി ഫി ഹാദൽ മഅന അശൂർ, ഈ ആശയത്തിൽ എനിക്കൊരു കവിത യോജിച്ചു വന്നിരിക്കുന്നു. ഇദാ തമ്മഅഖുൽ മർഇ കല്ല കലാമുഹു വഐകിൻ ബിഹുംകിൽ മർഇ ഇൻ കാന മുക്സിറ അൻതുഖു സൈനും വസ്സുകൂതു സലാമത്തുൻ ഫഇദാ നതഖത ഫലാ തകുൻ മിക്സാറാ മാ ഇൻ നദിംതു അല സുകൂതി മറതൻ വലഖദ് നദിംതു അലൽ കലാമി മിറാറാ. വളരെ അർത്ഥമുള്ള വരികളാണ്. ഇദാ തമ്മഅഖുൽ മർഇ, ഒരു മനുഷ്യൻ്റെ ബുദ്ധി പരിപൂർണമായാൽ, ഖല്ല കലാമുഹു അവൻ്റെ സംസാരം കുറഞ്ഞിരിക്കും. വഐഖിൻ, നീ ഉറപ്പിച്ചോ, ബിഹുംകിൽ മർഇ ഒരു വ്യക്തിയുടെ വിഡ്ഢിയാണെന്നുള്ള കാര്യം നീ ഉറപ്പിച്ചോ. ഒരു വ്യക്തി അവൻ്റെ വിഡ്ഢിത്തത്തെ നീ ഉറപ്പിച്ചോ. ഇൻ കാന മുക്സിറ, അമിതമായി സംസാരിക്കുന്ന ആളാണ് എങ്കിൽ അവൻ വിഡ്ഢിയാണെന്ന് നീ ഉറപ്പിച്ചോ. അന്നുത്തുക്കു സംസാരിക്കൽ സൈനുൻ, അത് ഭംഗിയാണ്. അന്നുത്തുക്കു, നുത്തുക്ക് എന്ന് പറഞ്ഞാൽ മൊഴിയൽ, സംസാരിക്കൽ, അത് സൈനുൻ ഭംഗിയാണ്. പക്ഷേ വസുക്കൂത്തു സലാമത്തുൻ, എൻ്റെ ഒരു അഭിപ്രായം ഇവിടെ പറഞ്ഞാൽ, ആ അഭിപ്രായം പറയലൊക്കെ നല്ല തന്നെ,
പക്ഷെ വസുക്കൂത്തു സലാമത്തുൻ, മിണ്ടാതിരിക്കലാണ് രക്ഷ. ഫൈദാ നതഖ്ത, അപ്പോൾ നീ സംസാരിച്ചാൽ ഫലാ തകുൻ മിക്സാറ, അമിതമായി സംസാരിക്കുന്നവൻ ആവരുത്. സംസാരിക്കുന്നതിനൊരു മിതത്വത്തോടുകൂടി ആവശ്യമുള്ളത് മാത്രം സംസാരിക്കണം. മാ ഇൻ നദിംതു, നീ വരി ശ്രദ്ധിക്കൂ, വളരെ അർത്ഥമുള്ള ഒരു വരിയാണ്. മാ ഇൻ നദിംതു, ഞാൻ ഖേദിച്ചിട്ടില്ല അലാ സുക്കൂത്തി മറത്തൻ, എൻ്റെ മിണ്ടാതിരിക്കലിൻ്റെ മേൽ ഒരിക്കൽ പോലും എനിക്ക് ഖേദിക്കേണ്ടി വന്നിട്ടില്ല. ഞാനൊരു വിഷയത്തിൽ ഒന്നും പറഞ്ഞില്ല, ഇത് മിണ്ടാതെ കുത്തിരുന്ന വിഷയത്തിൽ എനിക്ക് ഖേദിക്കേണ്ടി വന്നിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ ഉസ്താദ് ചോദ്യം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അപ്പം ഉണ്ടായിരിക്കുന്ന വിഷയമല്ല പറയണത്, വെറുതെ ഇങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ വെറുതെ ഓരോന്ന് പറയല്ലേ. അങ്ങനെ മിണ്ടാതിരുന്നതിൻ്റെ പേരിൽ ഞാൻ ഒരു വിഷയത്തിനും ഖേദിച്ചു. പക്ഷേ വലക്കത് നദിംതു അലൽ കലാമി മിറാറ, ചില വിഷയമൊക്കെ ഞാൻ പറഞ്ഞതിൻ്റെ മേലിൽ ഒരുപാട് കാര്യത്തിൽ ഞാൻ ഖേദിച്ചിട്ടുണ്ട് അല്ലേ. നമുക്ക് എന്തിൻ്റെ മേലായിരിക്കും ഖേദം? പല വിഷയം ഞാൻ അവിടെ അങ്ങനെ പറഞ്ഞല്ലോ ഇങ്ങനെ ഞാൻ സംസാരിച്ചതിൻ്റെ മേലിൽ, സംസാരിച്ച പല കാര്യത്തിൻ്റെ മേലിൽ എനിക്ക് ഒരുപാട് ഖേദം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ മിണ്ടാതിരുന്നതിൻ്റെ മേലൊരിക്കലും ഖേദിച്ചിട്ടില്ല. അമ്മാമ യസീദു ഫി റിസ്ഖി, അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് റിസ്ഖ് കുറയുന്ന കാര്യങ്ങളാണല്ലോ അല്ലേ. കുറയുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു, കൂടുന്ന അത് റിസ്ഖ് കൊണ്ടുവരുന്ന കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇനി റിസ്ഖ് കൂട്ടുന്ന ചില കാര്യങ്ങളെ കൂടി പറയുന്നു. അയ്യഖൂല കുല്ല യൗമിൻ, ചില ദിക്റുകൾ പറയുകയാണ്. അവരെല്ലാ ദിവസവും പറയണം. ബഅദ ഇൻശിഖാഖിൽ ഫജ്രി, പ്രഭാതം പൊട്ടിവിടർന്നതിന് ശേഷം, ഇലാ വഖ്തി സ്വലാത്തി, സുബ്ഹി നിസ്കാരത്തിൻ്റെ സമയം വരെ എന്ന് പറഞ്ഞാൽ സുബ്ഹി ബാങ്ക് കൊടുത്ത് നിസ്കരിക്കുന്നത് വരെ അവൻ പറയാം സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം അസ്തഗ്ഫിറുല്ലാഹൽ അസീം വഅതൂബു ഇലൈഹി മിഅത മറ. നമ്മൾ മഗ്രിബിക്ക് തസ്ബീഹ് അല്ലല്ലേ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഇത് മഗ്രിബിക്ക് മാത്രമല്ല ചൊല്ലൽ സുന്നത്ത്, സുബ്ഹിക്കും ചൊല്ലൽ സുന്നത്താണ്. മഗ്രിബിക്ക് സൂര്യൻ അസ്തമിക്കുന്നത് വരെ നമ്മൾ അങ്ങനെ ചൊല്ലിയാണ് ബാങ്ക് കൊടുക്കുക. അതേപോലെ സുബ്ഹിക്ക് പ്രഭാതം പൊട്ടി വിടർന്നത് മുതൽ സുബ്ഹി നിസ്കാരം വരെ ഇത് ചൊല്ലൽ പ്രത്യേകം സുന്നത്താണ്. അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ റിസ്ക്, ഭക്ഷണം അവനക്ക് വേണ്ടതൊക്കെ അള്ളാഹു കൊടുക്കും. അയ്യക്കൂല, അവൻ പറയലും ചെയ്ത് അവൻ പറയലും നല്ലതാണ്. ലാ ഇലാഹ, അല്ലെങ്കിൽ അവൻ പറഞ്ഞാൽ റിസ്ക് അധികരിപ്പിക്കും. ഏതാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ എന്നവൻ ചൊല്ലുക. ഇതൊക്കെ നമ്മൾ ചൊല്ലാറുണ്ട് സ്വലാത്തിൽ, ഓർമ്മയില്ലേ? കുല്ല യൗമിൻ സ്വബാഹം വമസ്സാഅ മിഅത മറ, എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലിക്കുൽ ഹഖുൽ മുബീൻ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാതെ അതിനില്ല, അൽ മലിക്കു രാജാവായ, യഥാർത്ഥ രാജാവ്, അൽ ഹഖു യഥാർത്ഥത്തിൽ ഹഖായ, അൽ മുബീൻ യഥാർത്ഥത്തിൽ മുബീനായ അല്ലാഹു. ഇത് രാവിലെയും വൈകുന്നേരവും 100 തവണ ചൊല്ലിയാൽ റിസ്ക് ഉണ്ടാകും. വബഅദ സ്വലാത്തിൽ മഗ്രിബി, മഗ്രിബ് നിസ്കാര ശേഷം ഐദൻ അവൻ പറയണം വീണ്ടും വയസ്തഗ്ഫിറുല്ലാഹ, ഈ പറഞ്ഞത് കാര്യം തന്നെ കേട്ടോ, അള്ളാഹുവിനോട് അവൻ പൊറുക്കലിനെ തേടണം. 70 മറ, 70 തവണ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാ. ബഅദ സ്വലാത്തിൽ ഫജ്രി, സുബ്ഹി നിസ്കാരത്തിന് ശേഷം. വയുക്തിറു, അവൻ അധികരിപ്പിക്കണം. മിൻ ഖൗലി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ലാ ഹൗല വലാ ഖുവത, ഒരു കഴിവും യാതൊരുവിധ ശക്തിയുമില്ല, ഇല്ലാ ബില്ലാ, അല്ലാഹുക്കല്ല, അള്ളാഹിനെ കൊണ്ടല്ലാതെ, അൽ അലീ ഉന്നതനായ അള്ളാഹു, അൽ അലീം മഹോന്നതനായ അള്ളാഹ്. വസ്സലാത്തുല്ലാഹുവിൻ്റെ ഗുണം അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലുണ്ടാവട്ടെ. വയഖൂലു, അവൻ പറയണം യൗമുൽ ജുമുഅത്തി, വെള്ളിയാഴ്ച ദിവസം 70 മറത്തൻ 70 തവണ പറയണം. അല്ലാഹുമ്മ അഇന്നി ബിഹലാലിക അൻ ഹറാമിക വഖ്ഫിനി ബിഫദ്ലിക അമ്മൻ സിവാക്. ഇത് വളരെ പ്രാധാന്യമുള്ള പുണ്യമുള്ള ഒരു ദുആയാണ്. എന്താണ് അതിനർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, അഗ്നിനി, എനിക്ക് നീ ഐശ്വര്യം തരണേ, ബിഹലാലിക, നിൻ്റെ ഹലാല് കൊണ്ട് എന്ന് പറഞ്ഞാൽ നീ എനിക്ക് തന്ന ഹലാല് കൊണ്ട് പിന്നെ എനിക്കത് മതിയാക്കി തരണം. എൻ്റെ ജോലി, ഹലാലായ ഒരു ജോലി എനിക്കുന്നുണ്ട്, ആ ജോലിയിലൂടെ എനിക്ക് കിട്ടുന്ന സമ്പാദ്യം എനിക്ക് ആവശ്യമാക്കി തരണേ, എൻ്റെ കാര്യങ്ങൾക്കൊക്കെ അത് തികച്ചു തരണേ. വഖ്ഫിനി, എനിക്ക് നീ മതിയാക്കി തരണേ, ബിഫളിലിക്ക, നിന്റെ ഔദാര്യം കൊണ്ട്, അമ്മൻ സിവാക്ക, നീ അല്ലാത്ത ആളുകളെ തൊട്ട് എന്ന് എല്ലാ വെള്ളിയാഴ്ച ദിവസവും 70 തവണ അവൻ പറഞ്ഞാൽ അവന് റിസ്ക്. അപ്പോൾ ജോലിയില്ലാത്ത ആളുകൾ, വീട്ടിൽ ദാരിദ്ര്യമുള്ള ആളുകൾ, റിസ്ക്കിന് പ്രയാസപ്പെടുന്ന ആളുകൾ, അവർക്ക് ഈ പ്രാർത്ഥനകൾ പഠിച്ചു വെക്കൽ വളരെ പുണ്യമുള്ള കാര്യമാണ്. വയഖൂലു, അവൻ പറയണം ഹാദസന കുല്ല യൗമിൻ വലൈല, ഈ താഴെ പറയാൻ പോകുന്ന സന, അള്ളാഹിനെ പുകഴ്ത്താൻ പോവുകയാണ്. ഈ പറയുന്ന പുകഴ്ത്തൽ എല്ലാ ദിവസവും രാത്രിയും പകലും അവൻ ചൊല്ലണം. ശ്രദ്ധിച്ചോളി. അൻതല്ലാഹുൽ അസീസുൽ ഹകീം, അൻതല്ലാഹുൽ മലിക്കുൽ ഖുദ്ദൂസ്, അൻതല്ലാഹുൽ ഹകീമുൽ കരീം, അൻതല്ലാഹു ഖാലിഖുൽ ഖൈരി വശർ, അൻതല്ലാഹു ഖാലിഖുൽ ഖൈരി വശർ, അൻതല്ലാഹു ഖാലിഖുൽ ജന്നതി വന്നാർ, അൻതല്ലാഹു ആലിമുൽ ഗൈബി വശഹാദ, അൻതല്ലാഹു ആലിമുസ് സിരി വഅഖ്ഫ,
അൻതല്ലാഹുൽ കബീറുൽ മുതആൽ അൻതല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ വ ഇലൈഹി യഊദു കുല്ലി ഷൈഇ. അത് പെട്ടെന്ന് പറയാം. അൻതല്ലാഹ് നീയാണ് അല്ലാഹ്, അൽ അസീസ് പ്രതാപിയാണ്, അൽ ഹക്കീമു തത്വജ്ഞാനിയായ, അൻതല്ലാഹു നീയാണ് അല്ലാഹു, അൽ മലികു യഥാർത്ഥത്തിൽ രാജാവായ, അൽ ഖുദ്ദൂസ് ഏറ്റവും ഖുദ്സി അതായത് ബറക്കത്തുള്ളവനായ പരിശുദ്ധമാക്കപ്പെട്ടവനായ, അൻതല്ലാഹുൽ ഹക്കീം അൻതല്ലാഹ് നീയാണ് അല്ലാഹു, അൽ ഹക്കീമു തത്വജ്ഞാനിയായ, അൽ കരീമു മാന്യനായ, അൻതല്ലാഹു നീയാണ് അല്ലാഹു ഖാലിഖുൽ ഖൈരി വശർ നന്മയുടെയും തിന്മയെയും സൃഷ്ടാവായ, അൻതല്ലാഹു ഖാലിഖുൽ ജന്നതി വന്നാർ സ്വർഗത്തെയും നരകത്തെയും പടച്ച സൃഷ്ടിച്ചവനായ അള്ളാഹുവാണ് നീ, അൻതല്ലാഹു ആലിമുൽ ഗൈബി വശഹാദ ഗൈബായ ലോകം അതായത് മറഞ്ഞ ലോകത്തിൻ്റെയും ഷഹാദത്തിൻ്റെ ലോകത്തിൻ്റെയും ആലിമാണ് നീ, അള്ളാഹുവാണ് നീ, നീയാണത് അറിയുന്ന അള്ളാഹു, അൻതല്ലാഹു ആലിമുസ്സിരി വഖ്ഫാ മറച്ചതും രഹസ്യമായതായ കാര്യങ്ങളെക്കുറിച്ച് അറിയുന്നവനായ അള്ളാഹുവാണ് നീ, അൻതല്ലാഹുൽ കബീറുൽ മുതആൽ വലിയവനും ഉന്നതനുമായ അള്ളാഹുവാണ് നീ, അൻതല്ലാഹു ഖാലിഖു കുല്ലി ഷൈഇൻ നീ എല്ലാ വസ്തുക്കളെയും പടച്ച അള്ളാഹുവാണ് നീ, വ ഇലൈഹി യഊദു കുല്ലി ഷൈ എല്ലാവരിലേക്കും മടങ്ങുന്ന എല്ലാവരും നിന്നിലേക്കാണ് മടങ്ങുന്നത് അങ്ങനത്തവനായ അള്ളാഹുവാണ് നീ, അൻതല്ലാഹു ദയ്യാനു യൗമിൽ ദീൻ ഖിയാമത്ത് നാളിൽ എല്ലാം അടക്കി ഭരിക്കുന്നവനാണ് നീ, ലം തസൽ ഇതുവരെയും അങ്ങനെ തന്നെയായിരുന്നു, വലാ തസാലു ഇനി അങ്ങോട്ടും ഇങ്ങനെ തന്നെ ആയിരിക്കും. അൻതല്ലാഹു ലാ ഇലാഹ ഇല്ല അൻതല്ലാഹ് നീയാണ് അല്ലാഹ്, ലാ ഇലാഹ ഇല്ല അൻത നീ അല്ലാതെ മറ്റൊരു ഇലാഹ ഇല്ല, അൽ അഹദു ഒരുവനാണ്, അസ്വമദു സ്വമദ് എന്ന് പറഞ്ഞാൽ ഓൻ എല്ലാവർക്കും ആവശ്യമാണ്, എന്നാൽ ഓൻക്ക് ആരും ആവശ്യമില്ല, അതാണ് സ്വമദിൻ്റെ യഥാർത്ഥ അർത്ഥം. അള്ളാഹുവിന് എല്ലാവർക്കും ആവശ്യമാണ്, എന്നാൽ അള്ളാഹ്ക്ക് ആരെങ്കിലും ആവശ്യമുണ്ടോ? ഇല്ല, അതാണ് സ്വമദായ അള്ളാഹു. ലം യലിദ് അവൻ ജനിച്ചിട്ടില്ല, വലം യൂലദ് അവനെ പ്രസവിക്കപ്പെട്ടിട്ടുമില്ല, വലം യകുല്ലഹു കുഫുവൻ അഹദ് ഒരാളും തന്നെ അവനോട് കുഫ് വെക്കുന്നവനായിട്ടില്ല. അൻതൽ മലികുൽ ഖുദ്ദൂസ് നീയാണ് രാജാവ്, നീയാണ് പരിശുദ്ധനാക്കപ്പെട്ടവൻ, അസ്സലാം അസ്സലാം രക്ഷ, അൽ മുഅ്മിനുൽ അള്ളാഹിൻ്റെ പേരുകളാണ് അസ്സലാം, അൽ മുഅ്മിൻ അൽ മുഹൈമിൻ അൽ അസീസുൽ ജബ്ബാർ അൽ മുതകബ്ബിർ, ലാ ഇലാഹ ഇല്ലാ അൻത നീ അല്ലാതെ ഇലാഹ ഇല്ല, അൽ ഖാലിഖുൽ ബാരി അൽ മുസവ്വിറു ലഹുൽ അസ്മാഉൽ ഹുസ്നാ യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം. അത് ഖുർആനിലെ ഒരു ആയത്താണ്, കേട്ടിട്ടില്ലേ? അപ്പോൾ ആ ആയത്തിൻ്റെ ഭാഗം കൂടി അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതാണ് അള്ളാഹുവിനെ പുകഴ്ത്തുന്ന ഒരു ദിക്റാണിത്. ഇത് എല്ലാ ദിവസവും അവൻ ചെല്ലണം, എന്നാൽ അവന് റിസ്ക് ഉണ്ടാവും. അമ്മാമാ യസീദു ഫിൽ ഉംരി അവന് ആയുസ് വർദ്ധിപ്പിക്കുന്ന കാര്യം അൽ ബിറു നന്മ ചെയ്യലാണ്. ആളുകൾക്ക് നന്മ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആയുസ്സിൽ വർധനവുണ്ടാകും. അപ്പോൾ തെർക്കുൽ അതാ പ്രയാസങ്ങളെ നീക്കി കൊടുക്കുക, എന്തെങ്കിലും ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ പ്രയാസം ഉണ്ടാകുമ്പോൾ അതൊക്കെ നീക്കി കൊടുക്കുക. തൗഖീറു ശുയൂഖ് പ്രായമായവരെ ബഹുമാനിക്കുക, വന്ദിക്കുക. ഷെയ്ഖിനെ നേരത്തെ പറഞ്ഞു, പ്രായമായവരെയും പറയും, ഗുരുനാഥർക്കും ഷെയ്ഖ് എന്നാണ് പറയുക. അവരെ വന്ദിക്കുക, ബഹുമാനിക്കുക. വസുലത്തുർ റഹിമി കുടുംബബന്ധം ചേർക്കുക. വഅയ്യഖൂല ഹീന യുസ്ബിഹു വയുംസി വൈകുന്നേരവും രാവിലെയും അവൻ പറയുക. കുല്ല യൗമിൻ എല്ലാ ദിവസവും സലാസ മർറാത്തിൻ 3 തവണ സുബ്ഹാനല്ലാഹി മിൽ അൽ മീസാൻ സുബ്ഹാനല്ലാഹ് അല്ലാഹുവിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുന്നു. മിൽ അൽ മീസാനി മീസാൻ നിറച്ചും. എന്താ മീസാൻ എന്ന് പറഞ്ഞാൽ? നന്മ തിന്മകൾ തൂക്കുന്ന സുലാസ് ഇല്ലേ? മുൻതഹൽ ഇൽമിൻ്റെ അങ്ങേ അറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്കാക്കാൻ പറ്റാത്ത അത്രയുള്ള സുബ്ഹാനല്ലാഹ്. മബ്ലഗ തൃപ്തിയുടെ അങ്ങേ അറ്റം. വസിനത്തുൽ അർശ് അർശിൻ്റെ തൂക്കത്തിൻ്റെ അത്രയും നമുക്ക് കണക്കാക്കാൻ പറ്റുമോ? ഇല്ല, അത്രയും സുബ്ഹാനല്ലാഹ്. വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ഇലാഹുമില്ല. മിൽ അൽ മീസാൻ മീസാൻ ഇറങ്ങി വമിൽ അൽ വമുൻതഹൽ ഇൽമി വമബ്ലഗ പറഞ്ഞ അതേ സെയിം തന്നെ. വസിനത്തുൽ അർശ് വല്ലാഹു അക്ബർ അതും അതേപോലെ. മിൽ അൽ മീസാനി വമുൻതഹൽ ഇൽമി വമബ്ലഗ വസിനത്തുൽ അർശ്. ഇത്രയും ആ സുബ്ഹാനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, ഇതൊക്കെ അതിൻ്റെ കൂടെ മിൽ അൽ മീസാനി വമുൻതഹൽ ഇൽമി വമബ്ലഗ വസിനത്തുൽ അർശ്. വഅയ്യതഹറസാവൻ സൂക്ഷിക്കുകയും വേണം അൻ ഖത്ഇൽ അസ്ജാർ അർത്തുബത്തി പച്ച വൃക്ഷങ്ങളെ മുറിക്കുന്നതിനെ തൊട്ടും അവൻ സൂക്ഷിക്കും. ഉണങ്ങിയ വൃക്ഷം നമുക്ക് വിറവാവശ്യത്തിനും മറ്റൊക്കെ നമുക്ക് മുറിക്കാം, എന്നാൽ പച്ച വൃക്ഷം ഒരാവശ്യമില്ലാതെ മുറിച്ച് കളയുക. ഇല്ല ഇന്ദറൂറ ബുദ്ധിമുട്ടുള്ള സമയം ഒഴികെ. ഇപ്പോൾ വീടിൻ്റെ നേരെ ഇങ്ങനെ ചാഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മുറിക്കാം. ഒരാവശ്യമില്ലാതെ പച്ച വൃക്ഷങ്ങൾ മുറിച്ച് കളയുക, അതിന് തൊട്ടുമ്പോൾ സൂക്ഷിക്കണം. അത് ആയുസ്സിനെ ഉറക്കുന്ന കാര്യമാണ്. ഇസ്ബാഹുൽ വുളൂ പരിപൂർണമാക്കി ചെയ്യുക, അതായത് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് അവയവങ്ങളൊക്കെ നേരെ കഴുകി ചെല്ലുക, നേരെ കഴുകിയിട്ട് ചെയ്യുക. സ്വല നിസ്കാരവും പരിപൂർണമാക്കി ചെയ്യുക എന്ന് പറയുന്നത് ഫർദുകളും സുന്നത്തുകളും ഒക്കെ നേരെ ആക്കിയിട്ട് കംപ്ലീറ്റ് ആക്കിയിട്ട്. ബിത്തഅലീമി തഅലീമോടുകൂടി. വൽ ഖിറാനു ബൈനൽ ഹജ്ജ് വൽ ഉംറത്തി
ഹജ്ജും ഉംറൻ്റെയും ഇടയിൽ ഖിറാൻ എന്ന് പറഞ്ഞാൽ ഒരു ഹജ്ജ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ അതിനോടനുബന്ധിച്ച് തന്നെ ഖിറാൻ എന്ന് പറഞ്ഞാൽ ഹജ്ജും ഉംറയും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ. ഖിറാൻ എന്ന് പറഞ്ഞാൽ അടുപ്പിച്ച് ചെയ്യുന്ന ഒരു രീതിയാണ്. ആ രീതിയിൽ ഹജ്ജും ഉംറയും നിർവഹിക്കുക. വഹിഫ്ലു സിഹതി, ആരോഗ്യം കാത്തു സൂക്ഷിക്കുക. ഒരാ ബുദ്ധ കൂടാതെ കഴിയുക. അപ്പോൾ ആരോഗ്യം കാത്തു സൂക്ഷിക്കലും ഒരു വിദ്യാർത്ഥിയുടെ കടമയാണ്. ഉറക്കമൊഴിച്ച് രാവ് ഫുള്ള് ഉറപ്പൊഴിച്ച് പഠിച്ച് അങ്ങനെയല്ല, ആരോഗ്യവും ശ്രദ്ധിക്കണം. കുറച്ചൊക്കെ എക്സസൈസ്, കുറച്ചൊക്കെ നടക്കാൻ പോയി ആരോഗ്യമൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും ഒരു മുതഅല്ലിമിൻ്റെ ബാധ്യതയാണ്. ഒരാ ബുദ്ധ കൂടാതെ കഴിയുകയില്ല, അയ്യത്തഅല്ലമ, അവൻ പഠിക്കുന്നതിനെ കൂടാതെ കഴിയുകയില്ല. ഷൈഅൻ മിന തുബ്ബി, വൈദ്യശാസ്ത്രത്തിൽ നിന്ന് അല്പം ചില കാര്യങ്ങളൊക്കെ, ചെറിയൊരു രോഗം വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ തുബ്ബുൻ നബവി, നബി തങ്ങളുടെ ചികിത്സകളൊക്കെ ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട പറയണത്. ആ തുബ്ബിൽ നിന്ന്, ചികിത്സയിൽ നിന്ന് അത്യാവശ്യമുള്ള ചികിത്സ, ഇപ്പോൾ ഒരു പനി വന്നു കഴിഞ്ഞാൽ ഒരു ചുക്ക് കാപ്പിയൊക്കെ ഇട്ട് അല്ലേ, അത് നബി തങ്ങൾ ഇതിൽ പറയേണ്ടതെന്നല്ലേ ഞാൻ പറഞ്ഞത്. ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു വൈദ്യശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൻ അറിഞ്ഞിരിക്കണം. കാരണം ആരോഗ്യം നോക്കണം എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പോൾ ആ കാര്യങ്ങൾ അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങളൊക്കെ പഠിക്കുക. അപ്പോൾ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അസുഖം മാറും. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. വയതബറക ബിൽ ആസാരി, മാത്രമല്ല അവൻ ഹദീസുകളെ കൊണ്ട്, ആസാറുകളെ കൊണ്ട് അവന് ബറക്കത്തെടുക്കണം. അൽ വാരിദത്ത് ഫി തുബ്ബി, തുബ്ബിൻ്റെ വിഷയത്തിൽ. ഇപ്പോൾ ഹദീസിൻ്റെ വിഷയം, തിബ്ബു നബിയുടെ വിഷയത്തിൽ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, ഇന്ന വേദനയുള്ള ആൾക്കാർ ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ വേദന മാറും. മനസ്സിലായോ? ഇങ്ങനെ വന്ന ഹദീസുകളൊക്കെ, ഹദീസിൽ വന്ന കാര്യങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ട് അവൻ ബറക്കത്തെടുക്കണം. അല്ലെങ്കിൽ ഹദീസിൽ പറഞ്ഞ തേൻ കുടിച്ചാൽ അതിലെന്തുണ്ട്, ഷിഫ ഉണ്ട്, മരുന്നുണ്ട്. അങ്ങനെ ഖുർആനിലും ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള തിബ്ബുൻ നബവി, നബിയുടെ വൈദ്യശാസ്ത്രം, നബി തങ്ങൾ പറഞ്ഞ ഹദീസുകളൊക്കെ കൂട്ടിയിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കുറച്ചൊക്കെ എനിക്ക് അറിവുണ്ടായിരിക്കണം. അല്ലാതെ എങ്ങനത്തെ തിബ്ബാണ്? ജമഅഹ അൽ ഇമാമു അബുൽ അബ്ബാസ് അൽ മുസ്തഗ്ഫിരി എന്നവർ അതിൽ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. ഫി കിതാബിഹി, അദ്ദേഹത്തിൻ്റെ കിതാബിൽ അൽ മുസമ്മ ബിതുബ്ബിൻ നബിയ്യി യജിദുഹു മൻ യത്ലുബു, അദ്ദേഹത്തിൻ്റെ തിബ്ബുൻ നബവി എന്ന് പറയുന്ന കിതാബിൽ ഈ വിഷയങ്ങളൊക്കെ, നബി തങ്ങളുടെ ആസാറുകൾ, ഹദീസുകളിൽ വരുന്ന ചികിത്സാ രീതികളൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. യജിദുഹു, ആ കിതാബിനെ എത്തിക്കാൻ കഴിയും, മൻ യത്ലുബുവിനെ തേടുന്ന ആൾക്കാർക്ക് അന്വേഷിച്ചാൽ കിട്ടുന്ന കിതാബ് വാങ്ങാൻ വേണ്ടി കിട്ടും. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കൽ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർ അത്യാവശ്യമാണ്. അൽഹംദുലില്ലാഹി അല തമാം, പരിപൂർണമായതിൻ്റെ മേൽ അല്ലാഹുവിനാണ് എല്ലാ സ്തുതിയും. വസല്ലല്ലാഹു, അല്ലാഹു ഗുണം ചെയ്യട്ടെ, അലാ സയ്യിദിന മുഹമ്മദ് നബിയുടെ മേൽ അഫ്ദലിർ റസൂലിൽ കിറാം, കിറാമീങ്ങളിൽപ്പെട്ട, ബഹുമാന്യരിൽപ്പെട്ട, മുർസലീങ്ങളിൽപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠവാനായ മുഹമ്മദ് നബിയുടെ മേൽ, വാലിഹി അവിടുത്തെ കുടുംബത്തിൻ്റെ മേലുണ്ടാകട്ടെ, വസ്വഹബിഹി അവിടുത്തെ അനുയായികളുടെ മേലുണ്ടാകട്ടെ, അല്ല ഇമ്മത്തിൽ അലാം, കൊടികളായ ഇമ്മത്ത്. അലാമാണ്, അലമ കൊടി അല്ലെങ്കിൽ നാട്ടക്കുടികൾ എന്നൊക്കെ പറയും. അതായത് ദീനിൻ്റെ അടയാളങ്ങളാണ് അവർ. അങ്ങനത്തവരായ ഇമ്മത്തിൻ്റെയും സുഹാബത്തിൻ്റെയും ആളിൻ്റെ മേലിലൊക്കെ ഉണ്ടാവട്ടെ. അലാ മമജി ദുഹൂരി, കാലം കടന്നു പോകുന്ന കാലത്തോളം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും. അപ്പോൾ തആഖുബിൽ അയ്യാം, ഒന്നിന് പിറകെ തആഖുബായി പെട്ടെന്ന് കടന്നു പോകുന്ന ദിവസങ്ങളെല്ലാ കാലത്തോളം എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും അവരുടെ മേൽ അല്ലാഹുവിൻ്റെ ഗുണവും രക്ഷയും ഒക്കെ ഉണ്ടാവട്ടെ എന്ന്. ഇൻഷാ അല്ലാഹ്. ആമീൻ.